ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബെൽറ്റ് കട്ടിങ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പ് നമ്മൾ ഫ്രണ്ടും ബാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവിലാണ് ബെൽറ്റും സ്ലീവും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബെൽറ്റ് ചെയ്യുന്നതിൽ 2-3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്ന അതേ മെത്തേഡിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ 3-4 മെത്തേഡ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന വേഗം ഇതിൻ്റെ കട്ടിങ് ഇടണമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കായിട്ടും വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എങ്ങനെയാണ് ബെൽറ്റ് കട്ടിങ്ങിന് അളവെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയാണോ സൈഡ് ജോയിൻ ചെയ്യുന്നത് അതേപോലെ ബാക്ക് വെക്കുക, അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെക്കുക കേട്ടോ. ബാക്കിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് തയ്യൽ തുമ്പിൻ്റെ അവിടുത്തെ അളവാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈഡ് എപ്പോഴും എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, ആ ലൈൻ ഉണ്ടല്ലോ ഫ്രണ്ടിലും ബാക്കിലും, ആ ലൈന് കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക. ഈ ഭാഗത്തായിട്ട് നമ്മൾ എത്ര ശരിയാക്കി വെച്ചാലും ഒരു ചെറുതായിട്ട് കയറി ഇറങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് സൈഡ് ഭാഗം കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 2 ലൈനും സെയിം വരുന്ന പോലെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് സൈഡിലാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഫ്രണ്ട് ഏതുവരെയാണോ ഉള്ളത് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഈ ലൈന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഷോൾഡർ ഭാഗമോ അതല്ലെങ്കിൽ ഹുക്കി വെക്കുന്ന പോർഷനോ നിങ്ങൾ ശരിയാക്കാൻ നിന്നാൽ ഈ ഭാഗം തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ സൈഡ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സൈഡ് ലൈന് മാത്രം കറക്റ്റ് വരുന്ന പോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ട് ഭാഗം, അതായത് ഹുക്ക് വെക്കുന്ന ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഷോൾഡർ എങ്ങനെയാണോ ജോയിൻ ചെയ്യുക അതേപോലെ 2 ഷോൾഡറും കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം ഫ്രണ്ടിനെ ഈ ഹുക്ക് വെക്കുന്നുണ്ടല്ലോ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഷോൾഡർ കറക്റ്റ് ജോയിൻ ചെയ്യുന്ന പോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ബെൽറ്റിൻ്റെ മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബെൽറ്റിനായിട്ടുള്ള പീസ് എടുത്തിട്ട് അതിൽ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെൽറ്റ് പീസിന് വേണ്ടത് ആ തുണി എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിന് ഈ തുണിയുടെ മുകളിൽ വെക്കുക. കറക്റ്റായിട്ട്, അതായത് തുണിയും ബാക്കും സെയിം ഒരേപോലെ നിൽക്കുന്ന പോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൽറ്റിനായിട്ടുള്ള അളവ്. അപ്പോൾ അതിന് അടിയിൽ, അതായത് ബാക്കിൻ്റെ അടിയിൽ വെച്ച തുണിയിൽ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അതല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യുമ്പോൾ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള തയ്യൽ തുമ്പ് വിടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിലുള്ള തയ്യൽ തുമ്പ് വിടാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് പീസും ബെൽറ്റ് പീസും കൂടി ജോയിൻ ചെയ്യുന്നതിനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് ഇല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പിനായിട്ടുള്ളത് വിടുക. ഇനി അടുത്തത് നമ്മൾ ഈ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പിടിക്കുമ്പോഴും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഇറക്കം കുറയും. അതായത് നമ്മൾ ഇതേപോലെ ടക്ക് പിടിക്കുമ്പോൾ ബെൽറ്റ് പീസ് മുകളിലേക്ക് കയറും. അതിനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ വിടുക. അപ്പോൾ നമ്മളിങ്ങനെ എക്സ്ട്രാ വിടുമ്പോൾ കറക്റ്റായിട്ടുള്ള ബെൽറ്റിൻ്റെ അളവ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഫ്രണ്ടും ബെൽറ്റും ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് വിടുക. പിന്നെ ഈ ടക്ക് പിടിക്കുമ്പോൾ ഇറക്കം കുറയുണ്ടല്ലോ, അപ്പോൾ അതിനൊന്ന് ശരിയാക്കാനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ വിടുന്നുണ്ട്. പിന്നെ താഴെ തയ്യൽ തുമ്പിന് വിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ബാക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി ആ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പിൻ്റെ എവിടെയാണ് നോക്കേണ്ടത്, അതായത് സൈഡ് ഭാഗം, അവിടെ 3/4 ഇഞ്ച് കണക്കാക്കി വെച്ചാൽ മതി. അല്ല ഞാൻ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിടുക, അല്ല 1/4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിടുക പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ചെയ്ത പോലെ ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഒരേ സെയിം അളവിൽ കിട്ടില്ല. അത് കാരണം 3/4 ഇഞ്ച് നമുക്കിതിൽ വിടേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ അളവുകൾക്കും ഉള്ളതാണ്. 3/4 ഇഞ്ച് ഇതിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് കൊക്കി വെക്കുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തുവല്ലോ, ആ മാർക്കിങ്ങിൽ ഈ ഫ്രണ്ട് പീസിന് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ മാർക്കിൻ്റെ അവിടെ, അതായത് നമ്മൾ ഫ്രണ്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നുണ്ടല്ലോ, അതും നമ്മളിപ്പോൾ ചെയ്ത മാർക്കിങ്ങും കറക്റ്റ് വരുന്ന പോലെ വെച്ചിട്ട്
ഈ ലൈനിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് 3 ലൈൻ ഉണ്ട് നമ്മുടെ മെയിൻ ടെക്കിൽ. അപ്പോൾ അതിൽ ഈ ലൈനിലാണ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസിനെ ഇതേപോലെ എടുത്തിട്ട് ഇപ്പം നമ്മളൊരു പോയിൻ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്തുവല്ലോ. അപ്പോൾ ആ പോയിന്റിൽ ഈ മെയിൻ ടെക്കിൻ്റെ ഈ ലൈന് വരുന്ന പോലെ വെക്കുക. അതായത് സെൻട്രൽ ലൈനിൽ നോക്കണ്ട. ആദ്യം നമ്മൾ കൊക്കിയുടെ അവിടുത്തെ ലൈനിൽ വെച്ചിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അതേ പോയിൻ്റ് നമ്മുടെ ടക്കിൻ്റെ 3ാമത്തെ ലൈൻ ഉണ്ടല്ലോ അത് വരുന്ന പോലെ വെച്ചിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത ആ അളവ് വരുന്ന പോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ റെഡി അളവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ തയ്യൽ തുമ്പിനായിട്ടുള്ളതും ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അതായത് ഇവിടെ നിന്നും ഇപ്പോൾ പോയിന്റിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തുവല്ലോ അവിടെ വരെയുള്ള ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച പോലെ വെച്ചിട്ട് അവിടെയും ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അതായത് ഫ്രണ്ട് പീസ് ഏത് ഷേപ്പിലാണോ ഉള്ളത് അതേ ഷേപ്പിലൊന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ കുത്ത് വെച്ചുവല്ലോ അവിടെ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജായിരിക്കും. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബെൽറ്റ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ബെൽറ്റ് പീസ് കട്ട് ചെയ്യുന്നതിൽ തന്നെ 3-4 മെത്തേഡിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ സിമ്പിളായിട്ട് മനസ്സിലാവുന്നത് ആ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് നമ്മൾ മെയിൻ ടെക്ക് പിടിച്ചിട്ട് ഫ്രണ്ടും ബെൽറ്റ് പീസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ബെൽറ്റ് പീസിൻ്റെ അളവിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസും വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസൊന്നും വരാതെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബെൽറ്റ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് സ്ലീവ് കട്ട് ചെയ്യേണ്ട ക്ലോത്തിനെ 4ആക്കി മടക്കിയിട്ടിടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാർട്ട് പേപ്പറിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ക്ലോത്തിലായതുകൊണ്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഏത് തരം അതായത് ലൈനിങ് ബ്ലൗസാണോ 2x2 ബ്ലൗസാണോ നോക്കിയിട്ട് വേണം തയ്യൽ തുമ്പിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ലൈനിങ് ബ്ലൗസാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വിട്ടാൽ മതി. നമുക്ക് അടിച്ച് തിരിക്കാനുള്ളതാണ്. അതല്ല 2x2 ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം കേട്ടോ. നമ്മൾ ലൈനിങ് ബ്ലൗസ് അല്ലാത്തതുകൊണ്ട് ഹെമ്മിങ് ചെയ്യുമല്ലോ. അപ്പോൾ അതിനായിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒരു മടക്കും കൂടി മടക്കിയിട്ടാണ് നമ്മൾ ഹെം ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ടാണ് 1.25 ഇഞ്ച് വിടുന്നത്. അപ്പോൾ നമ്മളിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ലൈന് വരച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സ് പഠിക്കുമ്പോൾ ഫുള്ളും ലൈന് വരച്ചിട്ടും കറക്റ്റായിട്ടുള്ള മാർക്ക് ചെയ്തിട്ടും വേണം ചെയ്തെടുക്കാൻ. എന്നാലേ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ 6 ഇഞ്ചും പ്ലസ് നമ്മൾ ബോഡി പീസും സ്ലീവും കൂടി അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ ഓഫായി പോയതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തുവല്ലോ തയ്യൽ തുമ്പോട് കൂടിയിട്ട് അതൊരു ലൈനാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്രയാണ് എടുത്തത് അതൊരു ലൈന് വരച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ആം ഹോൾ വരുന്നത് 8 ഇഞ്ചാണ്. അതായത് ഇന്നലെ നമ്മൾ ബാക്കും ഫ്രണ്ടും ആം ഹോൾ അളന്ന് നോക്കിയല്ലോ. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 8 - 1 ചെയ്യുക. അപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. അതായത് ആം ഹോളിൻ്റെ അളവിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിന് ഇതേപോലെ ടേപ്പ് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണോ അതേ -1 ചെയ്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഭാഗം അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ഷേപ്പ് കൊടുക്കുമല്ലോ സ്ലീവിന്. അപ്പോൾ ഈ ഷേപ്പ് വന്നിട്ട് ഇവിടെ എൻഡല്ലോ ഈ പോയിൻ്റാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എത്ര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള അതായത് ഫാർമുല വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതല്ലാതെ 3 ഇഞ്ച് 3.5 ഇഞ്ച് എന്നൊരു കണക്ക് വെച്ചിട്ട് ചെയ്യരുത്. അവരുടെ ദേഹത്തിനനുസരിച്ചിട്ട് അളവ് എടുത്താൽ മാത്രമേ നമുക്ക് ഫിനിഷായിട്ട് കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ആ അളവ് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10ൽ 1 ഭാഗമാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഈ ഇറക്കമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പോൾ 3.7 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ 3.7 ഇഞ്ചിനെ ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മുകളിൽ 7 ഇഞ്ച് മാർക്ക് ചെയ്തുവല്ലോ, അതേ 7 ഇഞ്ചിനെ ഇപ്പം മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്കും ആ 7 ഇഞ്ചിനെ താഴെ ഇറക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം 7 ഇഞ്ച് മാർക്ക് ചെയ്തു അല്ലേ, അതായത് ആം ഹോൾ -1 ചെയ്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇനി 7 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് താഴെ സ്ലീവിൻ്റെ റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതായത് ഓരോ ഇഞ്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറഞ്ഞു വരും. ആം ഹോള് എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് കുറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തുവല്ലോ, അതായത് സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ അവിടേക്ക് വരിക. ഇനി അതിൽ നിന്നും 1 ഇഞ്ച് കുറഞ്ഞിട്ടാണ് നമ്മുടെ സ്ലീവ് റൗണ്ടായിട്ട് വരിക. അപ്പോൾ 7 - 1 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 6 ഇഞ്ചിനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമർ തരുന്ന അളവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ അളവ് നോക്കാതെ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ റൗണ്ട് കിട്ടുന്നത് ആ റൗണ്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ആ 7 ഇഞ്ചിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തുവല്ലോ, അപ്പോൾ അതും കൂടി ഒരു ലൈനാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ സെൻറ്റർ ലൈനായിട്ട് വരുന്നത് കേട്ടോ. അതായത് നമ്മൾ കുഴിച്ച് വെട്ടുമല്ലോ ആ പോയിൻ്റ് വരുന്നതാണ് ഈ സെൻറ്റർ ലൈന്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തും ഈ 7 ഇഞ്ച് പോയിൻ്റ് ഉണ്ടല്ലോ അവിടേക്കും സ്കെയിൽ ഇതേപോലെ ചെരിച്ച് വെച്ചിട്ട് ലൈന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈനിലൂടെയാണ് നമ്മൾ ഷേപ്പ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ 7 ഇഞ്ചിൽ നിന്നും നമ്മൾ 6 ഇഞ്ച് കൈയിൻ്റെ ലൂസ് മാർക്ക് ചെയ്തുവല്ലോ അവിടേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് വരച്ചാലും മതി, അതല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഫ്രഞ്ച് കർവിനെ ഇതേപോലെ വെച്ചിട്ട് ആ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ അവിടേക്ക് ഒരു ഷേപ്പ്, അതായത് ആം ഹോൾ സ്കെയിൽ ഏത് ഷേപ്പിലാണോ ഉള്ളത് അതേ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്കെയിലിന് ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഈ ഭാഗത്തും, അതായത് സെൻറ്റർ ലൈനിൻ്റെ അവിടെ നിന്ന് നമ്മുടെ റെഡി അളവ് 7 ഇഞ്ച് ഉണ്ടല്ലോ അവിടേക്കും ഒരു ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ഓരോ നിങ്ങൾക്ക് കയ്യിൽ വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഫ്രഞ്ച് കർവ് തന്നെ വേണമെന്നില്ല, നമുക്ക് കൈ കൊണ്ടും ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്നും 1.5 ഇഞ്ച് മുകളിലും താഴെയായിട്ട് മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പാക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് കുഴിച്ച് വെട്ടേണ്ട നമുക്ക് ഫ്രണ്ട് പീസിനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെൻറ്റർ ലൈൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലൈനിലാണ് ആ ഭാഗത്തായിട്ടാണ് ആ കുഴിച്ച് വെട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ടായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ തുടങ്ങേണ്ടത് കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ചിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചാർട്ട് പേപ്പറിലായതുകൊണ്ടാണ് ഒരേ പേപ്പറിൽ ഞാൻ 2 ഫ്രണ്ടും ബാക്കും ചെയ്ത് കാണിച്ചത്. ആദ്യം നിങ്ങൾ ബാക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് പീസ് ആ കുഴിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ സ്ലീവ് ലൂസ് കൂടിയിട്ടും നമ്മുടെ ബോഡി പോർഷൻ ലൂസ് കുറവായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി പോർഷൻ ഒരിക്കലും സ്ലീവിൻ്റെ അത്രയ്ക്ക് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവ് വരും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും സ്ലീവ് വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. സ്ലീവിനെക്കാട്ടിലും ബോഡി പോർഷൻ ലൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ബോഡി പോർഷൻ ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ബോഡി പോർഷൻ ലൂസ് കുറവായിട്ടും സ്ലീവ്
ലൂസ്, അതായത് ബോഡി പോർഷനെക്കാട്ടിലും ലൂസ് കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ ബോഡി പോർഷന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് സ്ലീവിന് ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ സ്ലീവ് ബോഡിയിൽ ഫിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആ ചുരുക്കം ഇല്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതേ നിങ്ങൾ സ്ലീവ് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ചുരുക്കം വരും. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണോ. സ്ലീവ് ഒരിക്കലും വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഓക്കെ, സ്ലീവ് ബോഡി പോർഷനെക്കാട്ടിലും ലൂസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ലൂസ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, സ്ലീവ് ഒരിക്കലും വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സ്ലീവും ബെൽറ്റ് പീസിൻ്റെയും കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.